ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് ബുള്ളിയൻ നോട്ട് സ്റ്റിച്ചാണ്. ബുള്ളിയൻ നോട്ട് സ്റ്റിച്ചിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് ഡൗട്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ആൻസേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതിൽ മെയിനായിട്ട് 4 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, എങ്ങനത്തെ നീഡിലാണ് ബുള്ളിയൻ നോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. പിന്നെ മെയിനായിട്ട് എല്ലാവർക്കും ഡൗട്ട് വരുന്ന ഒരു കാര്യം, ഈ നീഡിൽ ത്രെഡ് ചുറ്റിയെടുത്തതിന് ശേഷം ആ നീഡിൽ വലിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യേണ്ടതെന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ ബുള്ളിയൻ നോട്ടും ബുള്ളിയൻ റോസ് ഫ്ലവറും ചെയ്യുന്നതിൻ്റെ ട്യൂട്ടോറിയലും കൂടിയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന നീഡിലിൻ്റെ ഐ ഒരുപാട് വൈഡ് ആണെങ്കിൽ ബുള്ളിയൻ നോട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എടുക്കുന്ന നീഡിലിൻ്റെ ഈ ഒരു ഭാഗം, അതായത് നൂല് കോർക്കുന്ന ഭാഗം ബാക്കിയുള്ള ഭാഗത്തേക്കാളും ഒരുപാട് വലിപ്പം കൂടാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ നീഡിൽ ത്രെഡ് ചുറ്റി കൊടുത്തിട്ടാണ് നമ്മൾ ബുള്ളിയൻ നോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെ ഈ നീഡിൽ പാസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു ഭാഗം വൈഡ് ആണെങ്കിൽ. അപ്പം ആ ഒരു കാര്യമാണ് നീഡിൽ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ലെങ്ത്ത് കൂടുതലുള്ള നീഡിലെടുത്താൽ ഒരുപാട് ലൂപ്സ് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് ചെയ്യാനും ലെങ്ത്ത് കൂടുതലുള്ള നീഡിൽ തന്നെയാണ് നല്ലത്. ലെങ്ത്ത് കുറവുള്ള നീഡിലാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇനി ബുള്ളിയൻ നോട്ട് ചെയ്യാനായിട്ട് ആദ്യം ഇതുപോലെ നീഡിൽ താഴേന്ന് കുത്തിയെടുക്കണം. അതിന് ശേഷം എത്ര ഡിസ്റ്റൻസിലാണോ നമുക്ക് ബുള്ളിയൻ നോട്ട് വേണ്ടത് ആ ഒരു ഡിസ്റ്റൻസിൽ നിന്ന് ആദ്യം കുത്തിയെടുത്തേക്ക് ഇതുപോലെ വീണ്ടും നീഡിൽ കുത്തിയെടുക്കണം. അതിന് ശേഷം ഇതുപോലെ നീഡിൽ ത്രെഡ് ചുറ്റി കൊടുക്കണം. ഒരുപാട് ലൂസായിട്ടും അല്ലെങ്കിൽ ഒരുപാട് ടൈറ്റായിട്ടും ചുറ്റാൻ പാടില്ല. ഇതുപോലെ ത്രെഡ് ചുറ്റിയെടുത്തതിന് ശേഷം നീഡിൽ വലിച്ചെടുക്കണം. അപ്പോൾ നീഡിൽ വലിച്ചെടുക്കുമ്പം അത് ടൈറ്റാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുക്കാം. അതുപോലെ നമ്മൾ പറഞ്ഞ പോലത്തെ നീഡിൽ കിട്ടിയില്ലെങ്കിൽ സാധാരണ നീഡിലാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുത്തിട്ട് വലിച്ചെടുത്താൽ മതി. അപ്പോൾ ഈസി ആയിട്ട് വലിച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ ലൂസാക്കിയിട്ട് ഇതുപോലെ വലിച്ചെടുത്താൽ മതി. ഇതുപോലെ നീഡിൽ വലിച്ചെടുത്ത് കഴിയുമ്പം ഈ ഒരു ലൂസാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടുന്ന് ഇങ്ങനെ തിരിച്ചിട്ട് അത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചെയ്താൽ മതി. എന്നിട്ട് നീഡിൽ താഴേക്ക് കുത്തി കൊടുത്താൽ മതി. ഇങ്ങനെയാണ് ബുള്ളിയൻ നോട്ട് ചെയ്യുന്നത്. ഇനി ബുള്ളിയൻ റോസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് പേപ്പറിലൊന്ന് വരച്ച് കാണിക്കാം. അതിനുശേഷം ക്ലോത്തിലേക്ക് ചെയ്യാം. ആദ്യം ഒരു ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു ഫ്രഞ്ച് നോട്ടിന് പകരം ഒരു ബുള്ളിയൻ നോട്ടാണെങ്കിലും ചെയ്യാം. ബുള്ളിയൻ നോട്ടാണെങ്കിൽ ഒരു 5 ലൂപ്സൊക്കെ ചെയ്താൽ മതിയാവും. അതിനുശേഷം ഇതിൻ്റെ 2 സൈഡിലും ഓരോ ബുള്ളിയൻ നോട്ടാണ് ചെയ്യേണ്ടത്. ഇതുപോലെ 2 സൈഡിലും ഓരോ ബുള്ളിയൻ നോട്ട്സ് ചെയ്യണം. ആ 2 ബുള്ളിയൻ നോട്ട്സും 10 ലൂപ്സ് ഉള്ളതാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇതിന് ചുറ്റും വരുന്ന എല്ലാ ബുള്ളിയൻ നോട്ട്സും 15 ലൂപ്സ് ഉള്ളതാണ് ചെയ്യുന്നത്. ആദ്യത്തെ ബുള്ളിയൻ നോട്ട് ചെയ്യുന്നത് ഇവിടുന്ന് കുറച്ച് സ്പേസ് വിട്ടിട്ടാണ്. അത് അവസാനത്തെ ബുള്ളിയൻ നോട്ട് ചെയ്യാനുള്ള ഒരു സ്പേസാണ് അവിടെ വിടുന്നത്. ആ ഒരു സ്പേസിലേക്ക് നമ്മൾ അവസാനത്തെ ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ ബുള്ളിയൻ നോട്ടും ഇതുപോലെ ആദ്യം ചെയ്ത ബുള്ളിയൻ നോട്ടിൻ്റെ, അതായത് തൊട്ട് മുമ്പ് ചെയ്ത ബുള്ളിയൻ നോട്ടിൻ്റെ ഏകദേശം മിഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ മിഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് ഈ ഫ്ലവറിൻ്റെ പെറ്റൽസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അടുപ്പിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു മിഡിൽ നിന്നാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പം ഏകദേശം ഒരു 5 to 7 പെറ്റൽസൊക്കെയാണ് വരുന്നത്. നമ്മൾ എടുക്കുന്ന ലൂപ്സിൻ്റെയും ത്രെഡിൻ്റെയും ഒക്കെ അനുസരിച്ച് വ്യത്യാസം വരും. എന്നിട്ട് ഇതുപോലെ അവസാനത്തെ പെറ്റൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത പെറ്റലിൻ്റെ ഉള്ളിലേക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അത് നമ്മൾ ഫ്ലവർ ക്ലോത്തിൽ ചെയ്യുമ്പം കണ്ടാൽ മനസ്സിലാകും. പിന്നെ ഈ ഓരോ പെറ്റൽസും അതിന് തൊട്ട് മുമ്പ് ചെയ്ത പെറ്റലിന് തൊട്ട് ചേർന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഫ്ലവർ കാണാനായിട്ട് നല്ല ഭംഗിയായിട്ട് വരുന്നത്. ഇനി ബുള്ളിയൻ റോസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം സെൻറ്ററിൽ ഒരു ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. അത് നീഡിൽ ത്രെഡ് 3 ടൈംസ് ചുറ്റിയിട്ടുള്ള ഒരു ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിൻ്റെ 2 സൈഡിലും ഓരോ ബുള്ളിയൻ നോട്ട്. ആ 2 ബുള്ളിയൻ നോട്ടും 10 ലൂപ്സ് ഉള്ളതാണ് ചെയ്യേണ്ടത്.
10 ലൂപ്സ് ഉള്ള 2 ബുള്ളിയൻ നോട്ട്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യാൻ പോകുന്ന എല്ലാ ബുള്ളിയൻ നോട്ട്സും 15 ലൂപ്സ് ആണ്. പേപ്പറിൽ വരച്ചപ്പോൾ കാണിച്ച പോലെ തന്നെ ആദ്യത്തെ ഒരു ബുള്ളിയൻ നോട്ട് ചെയ്യുന്നത് കുറച്ചൊരു സ്പേസ് വിട്ടിട്ടാണ്. ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫ്ലവറിൻ്റെ അവസാനത്തെ പെറ്റലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ചെയ്ത ബുള്ളിയൻ നോട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇപ്പോൾ നീഡിൽ കുത്തിയെടുക്കുന്നത്. അതിനുശേഷം ഈ ഒരു ബുള്ളിയൻ നോട്ട് ചെയ്തിട്ട് നീഡിൽ താഴേക്ക് കൊണ്ടുപോകേണ്ടതും ആദ്യം നമ്മൾ ആദ്യത്തെ ബുള്ളിയൻ നോട്ട് ചെയ്തപ്പോൾ വിട്ട ആ ഒരു സ്പേസിലേക്കാണ്. അങ്ങനെയാണ് ഈ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ ഈ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ 2 ഫ്ലവറും കുറച്ച് ലീവ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലീഫ് ചെയ്യുന്നത് ഫിഷ് ബോൺ സ്റ്റിച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലീഫിൻ്റെ ട്യൂട്ടോറിയൽ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നേരത്തെ ചെയ്ത ബുള്ളിയൻ നോട്ടിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. ഇന്നത്തെ ഒരു വീഡിയോ ബിഗിനേഴ്സിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഡിസൈൻ നമുക്ക് ചുരിദാറിലൊക്കെ ഓൾ ഓവർ ഡിസൈനായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ്. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്